ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. അപ്പം ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തതായിരുന്നു. അപ്പം ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഒരു ക്രിസ്മസ് ആയിട്ട് എനിക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട് വീട്ടിൽ. അപ്പം എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ വീടിൻ്റെ ഒരു കോർണറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് എൻ്റെ കയ്യിലുള്ളൊരു സക്യുലൻ്റാണ്. അപ്പോൾ സക്യുലൻസ് ഒന്നും എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് നാൾ നിൽക്കാറില്ല. പക്ഷേ ഇത് വളരെ ലോങ്ങസ്റ്റ് ആയിട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സക്യുലൻ്റാണ്. ഇത് ഔട്ട്ഡോറിലാണ് ഞാൻ വെക്കാറുള്ളത്, കാരണം ഇതിന് ലൈറ്റ് ആവശ്യമാണ്. ഇപ്പം ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററിലി ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരാഴ്ചത്തേക്കൊക്കെ എടുത്ത് വയ്ക്കാന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് എടുത്ത് വയ്ക്കും. അധികം ഡെക്കറേഷൻസ് ഒന്നുമില്ല, ചെറിയ ക്രിസ്മസ് ബോൾസൊക്കെ ഇട്ട് ഒരു ക്രിസ്മസി ഫീല് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ സൺഡേസിൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോവും. അപ്പോൾ വീക്ക് ഡേയ്സിലൊന്നും നമുക്ക് വെജിറ്റബിൾസ് ഒന്നും വാങ്ങാനായിട്ട് നേരം കിട്ടാറില്ല. അപ്പോൾ സൺഡേസിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വരുന്നൊരു സൺഡേ മാർക്കറ്റാണ്. അതായത് ഞായറാഴ്ചകളിൽ മാത്രമാണ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പം ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഞങ്ങളൊരു നഴ്സറിയിലേക്ക് വന്നു. ഇവിടെ നിന്ന് നമുക്കൊരു ക്രിസ്മസ് ട്രീ വാങ്ങാനുണ്ട്. അപ്പം ആക്ച്വലി പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്മസ് ട്രീ ഒന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചു. ഒരു സൈപ്രസ് പ്ലാന്റ് വാങ്ങണം. ഇവിടെ എനിക്ക് ഈ ഒരു കാക്ടസ് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ എൻ്റെ കയ്യിലൊരു ബഡ്ജറ്റ് തികയാത്തത് കൊണ്ട് ഞാനിത് വാങ്ങിയില്ല. വേറെ ക്രിസ്മസ് സ്പെഷ്യൽ പ്രമാണിച്ച് കുറച്ച് പ്ലാന്റ്സ് ഓൾറെഡി വാങ്ങണമായിരുന്നു. അപ്പം ഞാനൊരു പോയിൻസെറ്റിയ വാങ്ങി. അതുപോലെ ഒരു സൈപ്രസിൻ്റെ ഒരു ഇത്തിരി വലിപ്പമുള്ള ഒരു ചെടി എടുത്തു. ഇത് നമുക്കൊരു ക്രിസ്മസ് ട്രീ പോലെ അലങ്കരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം വീടിൻ്റെ ഈ ഒരു സൈഡിലാണ് നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ റെഡ് കളർ കാർപ്പറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ റെഡ് കളർ പോട്ടിലാണ് ഈ പോയിൻസെറ്റിയ വെക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ പോയിൻസെറ്റിയുടെ റെഡ് കളർ ലീഫ് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത്. പിന്നെ നമ്മുടെ വാങ്ങിയ സൈപ്രസ് പ്ലാന്റിൻ്റെ ചട്ടിമ നിറയെ ചെളിയായിരുന്നു. അപ്പം അതും ഒന്ന് കവറപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചു. ഇനി നമുക്ക് ഈ സൈപ്രസ് പ്ലാന്റിനെ ഒന്ന് അലങ്കരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മാല ബൾബ് ഉണ്ട്. ഓൾറെഡി വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിനുള്ള സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബോൾസൊക്കെ അതിൽ തൂക്കിയിട്ടു. പിന്നെ ഒരു ചെറിയൊരു നക്ഷത്രം ഉണ്ടായിരുന്നു, അത് അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയായി. പിന്നെ ഇത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പുൽക്കൂടാണ്. അതിൻ്റെ കൂടെ ഒരു ക്രിസ്മസ് ട്രീ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു ഉണങ്ങിയ മരത്തിൻ്റെ ചില്ലെടുത്ത് കൊണ്ടുവന്ന് അതിൽ വൈറ്റ് പെയിൻ്റ് അടിച്ച് കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പം അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കടുക് മുളപ്പിക്കണം. അതിന് വേണ്ടി അടിയിലൊരു ഷീറ്റും കാർഡ്ബോർഡൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ്. പിന്നെ പുൽക്കൂടിൽ നിന്നൊരു വഴി പോലെ ഒരു വൈറ്റ് കളറിലുള്ളൊരു സ്പോഞ്ചിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു, അതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ മണ്ണിൽ വരമ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിൽ കടുകാണ് പാവുന്നത്. അപ്പോൾ ഇപ്പോൾ പാവി കഴിഞ്ഞ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും എല്ലാം മുളച്ച് നല്ല ചെടിയായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയൊരു തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് പോലെ ഉണ്ടായിരുന്നു. അപ്പം ആ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഞങ്ങളൊരു ഫിഷ് ടാങ്കിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒരു മേൽക്കൂരി ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചു. അത്രയേ ഉള്ളൂ പുൽക്കൂടിൻ്റെ പരിപാടികൾ. പിന്നെ അതിൽ നമുക്ക് കുറച്ച് സ്റ്റാച്യൂസൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം.
പിന്നെ വീട്ടിൽ വല്ലതും ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വല്ല സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ന് തപ്പി നോക്കിയപ്പോഴാണ് കുറച്ച് സ്റ്റോൺസും കുറച്ച് കല്ലുകളൊക്കെ കിട്ടിയത്. ഇത് അക്വേറിയത്തിൽ ഇടാൻ വേണ്ടി കളക്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പം അതും ഇവിടെ യൂസ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ രാത്രിയായി. നമ്മൾ ലൈറ്റൊക്കെ ഓൺ ചെയ്തു, നക്ഷത്രമൊക്കെ ഇട്ടു. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലത്തെ കുറച്ച് പണികൾ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.